ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒത്തിരി അപ്പോളജി ഒക്കെ പറയണത് നിങ്ങൾ കേൾക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ചിലര് ശരിക്കും അപ്പോളജി പറയണത് ഹേർട്ട് ഹീൽ ചെയ്യാനല്ല, അവരുടെ സ്വന്തം ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിലേക്ക് സമാധാനമോ സന്തോഷമോ ഒന്നും കൊണ്ടുവന്നില്ല. പക്ഷെ നമുക്ക് ഒരു ഉപകാരം ഉണ്ടാക്കും, നമ്മളെ കൺഫ്യൂസ് ചെയ്യും. നമ്മൾക്ക് തന്നെ തോന്നും ഞാനാണോ തെറ്റ്, ഞാനാണ് കുറ്റവാളി എന്നൊക്കെ ഉള്ള ലെവലിലേക്ക് നമ്മൾക്ക് ഞാനാണ് പ്രോബ്ലം എന്നുള്ള ലെവലിലേക്ക് തോന്നാൻ ഈ ഒരു അപ്പോളജിക്ക് സാധിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇങ്ങനെ കുറെ അപ്പോളജി ഒക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലൊരു സമാധാനം ഇല്ല, ശാന്തി ഇല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മെജോറിറ്റി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. കാര്യം നമ്മളിങ്ങനെ നാർസിസ്റ്റിക് ആയിട്ട് നമ്മൾ ദ്രോഹിക്കുന്ന ആൾക്കാരില്ലേ, അവര് ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല് അവരെപ്പോഴും പറയുക നീയാണ് പ്രോബ്ലം എന്ന് പറയുന്ന ലെവലിലേക്കാണ് അവർ വരുത്തി തീർക്കുക. അവർ പറയുന്ന എന്ത് കാര്യങ്ങളും എന്തായിരിക്കും, നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമേ അവർ ഉദ്ദേശിക്കുള്ളൂ. എഗെയിൻ മാനിപ്പുലേഷനും മറ്റുള്ളവരെ ബഹുമാനിക്കാതിരിക്കലും എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും വലുതാക്കലും ഒക്കെ ഇവരുടെ ഒരു സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ അത് അവരുടെ ഒരു പാറ്റേൺ ആണ്. രണ്ടാമത് ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവര് നമ്മളെ പറയും നീ എങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, നീ ഒത്തിരി സെൻസിറ്റീവ് ആണ്, നിനക്ക് പറയണ കാര്യങ്ങളൊക്കെ മനസ്സിലാവണില്ല, നിന്റെ ഈ ഒരു ഓവർ റിയാക്ഷൻ ആണ് എല്ലാ പ്രോബ്ലം ഉണ്ടാക്കിയത്, ഇങ്ങനെയൊക്കെ അവര് നമ്മളെ ബ്ലെയിം ചെയ്യും. അപ്പൊ നിങ്ങളുടെ റിയാക്ഷൻ കൊണ്ടാണ് പ്രോബ്ലം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ പിന്നെയും നിങ്ങൾ പെട്ടുപോകും. പിന്നെ ഒരു മൂന്നാമത്തെ പാറ്റേൺ എന്നറിയാവോ, ഇവർ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ നമ്മുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയും. നമ്മളെ കണ്ടാൽ മിണ്ടൂല, മുഖം വീർപ്പിക്കും, സൈലന്റ് ട്രീറ്റ്മെന്റ് നന്നായിട്ട് തരും. എന്നിട്ട് നമ്മളുടെ അടുത്ത് നിന്ന് ഒരു കാര്യത്തിലും അവരുണ്ട് ഇല്ല, അവരൊരു കാര്യത്തിലും നമ്മളുടെ അടുത്തേക്ക് വരില്ല. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയുള്ള ലെവലിലേക്ക് ഒരു ഇമോഷണൽ ഷട്ട് ഡൗൺ വരുമ്പോൾ, സൈലൻസ് പണിഷ്മെന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കും, ദൈവമേ ഞാൻ വീണ്ടും ഇങ്ങനെ പെട്ടുപോയോ, ഞാനാണോ പ്രശ്നം എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ ചിന്തിക്കും. അപ്പൊ ഇവരെന്തിനു വേണ്ടി അത് ചെയ്യണേ, നിങ്ങളെ ഫുള്ളായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാലും വിഷമിച്ചാലും എന്താണ് ഭക്ഷണം കഴിക്കാതിരുന്നാലും ഒന്നും ഇവർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇവര് അതിനും ഒരു കാര്യം പറയും, നിങ്ങൾ ക്രേസിയാണ്, നിങ്ങൾക്ക് ഇത്തിരി സെൻസിറ്റീവ് ആണ്, ആവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പാറ്റേൺ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു സൈക്കിളാണ്. അപ്പൊ ഈ ഒരു സൈക്കിളിൽ നിങ്ങൾ നിങ്ങളുടെ ഈ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാനും നിങ്ങളുടെ ഒരു പവർ എടുക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതായത് ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ പെടുന്നത് നിങ്ങൾ ക്രേസി ആയിട്ടല്ല, നിങ്ങളെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ക്ലാരിറ്റി എടുത്ത് നിങ്ങളുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് പെട്ടുപോയാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈഫ് കോച്ച് ഷീജയിൽ ഒത്തിരി സർട്ടിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഉണ്ട്, തെറാപ്പിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് എടുക്കാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇമോഷണൽ കൺഫ്യൂഷൻ, റിലേഷൻഷിപ്പ് പാറ്റേൺ ഇവയൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ശക്തിയോടെ ക്രിയേറ്റ് ചെയ്യാൻ ഇവർ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ബയോയിൽ ഒന്ന് ലിങ്ക് ഉണ്ട്, നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.